നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് വിശദമായി. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ അഖിലേന്ത്യാ പണിമുടക്ക് ആരംഭിച്ചു. പണിമുടക്ക് കേരളത്തിൽ ഹർത്താലിന്റെ പ്രതീതി സൃഷ്ടിക്കും. പണിമുടക്കിനെ നേരിടാൻ സംസ്ഥാന സർക്കാർ ഡയസ് പ്രഖ്യാപിച്ചു. കൊച്ചി മെട്രോ നാളെ സാധാരണ നിലയിൽ സർവീസ് നടത്തുമെന്ന് അധികൃതർ അറിയിച്ചു. കണ്ണൂർ, കാലിക്കറ്റ്, MG, കേരള സർവകലാശാലകൾ പരീക്ഷകൾ മാറ്റിവെച്ചു. മനീഷ് മഹിബാൽ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മനീഷ്, ദേശീയ പണിമുടക്ക് തുടങ്ങിയിരിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ മനീഷ്? ഉന്മേഷ്, ഈ നിമിഷം തൊട്ട് ദേശീയ പണിമുടക്ക് ആരംഭിച്ചിട്ടുണ്ട്. ദേശീയ തലത്തിൽ 10 ട്രേഡ് യൂണിയൻ ആണ് നിലവിൽ പണിമുടക്കിന് ആഹ്വാനം നടത്തിയിട്ടുള്ള. ATUC, INTUC, CAT തുടങ്ങിയിട്ടുള്ള തൊഴിലാളി ട്രേഡ് യൂണിയനാണ് ഈ സമരത്തിന് അല്ലെങ്കിൽ പണിമുടക്കിന് ആഹ്വാനം നടത്തിയിട്ടുള്ളത്. കേരളത്തിൽ ഒരു ബന്ദായി മാറുന്ന പ്രതീതിയിലേക്ക് എത്തുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അതായത് ഇന്നലെ സ്വകാര്യ ബസ്സിൻ്റെ സമരമുണ്ടായിരുന്നു. പക്ഷേ സ്വകാര്യ ബസ് നാളെ, അതായത് ഇന്നത്തെ ദിവസം പണിമുടക്കിൽ പങ്കെടുക്കുമോ, അതായത് ഗതാഗതത്തെ താറുമാറാക്കുമോ തരത്തിലുള്ള ചോദ്യം പൊതുജനത്തിനുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ സ്വകാര്യ മേഖല, അതായത് സ്വകാര്യ സ്ഥാപനങ്ങൾ, ഒപ്പം തന്നെ സ്വകാര്യ ബസ്സുകളൊക്കെ തന്നെ ഇന്നും ഓടുകയില്ല, 24 മണിക്കൂർ ഓടുകയില്ല. കാരണം ഈ ട്രേഡ് യൂണിയന് വലിയ സ്വാധീനമുള്ള മേഖലയാണ് സ്വകാര്യ ബസ് മേഖല. അതുകൊണ്ട് തന്നെ സ്വകാര്യ ബസ്സുകൾ ഭൂരിഭാഗവും സർവീസ് നടത്തുകയില്ല. ഒപ്പം തന്നെ KSRTCയിൽ ഡേസനോൾ സർക്കാർ പ്രഖ്യാപിച്ചെങ്കിലും ഈ ഡേസനോളിൽ നാളെ 11 മണിക്ക് മുൻപായി തന്നെ എത്ര സർവീസുകൾ നടത്തി, എത്ര ജീവനക്കാർ പങ്കെടുത്തു എന്ന തരത്തിലുള്ള 10 മെമ്മോറാണ്ടം MD ഇത് സംബന്ധിച്ച് പുറത്തിറക്കിയെങ്കിൽ കൂടി അവിടെയും ട്രേഡ് യൂണിയന് വലിയ ഭൂരിപക്ഷമുള്ള അല്ലെങ്കിൽ വലിയ രീതിയിൽ സ്വാധീനമുള്ള മേഖലയാണ് KSRTC. അതുപോലെ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളില്ല. അതുകൊണ്ട് തന്നെ KSRTCയും വളരെ വിരളമായ സർവീസ് മാത്രമേ നടത്തുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾക്ക് പൊതു നിരത്തുകളിലെ ഈ പൊതു സർവീസുകളൊക്കെ തന്നെ കുറവായിരിക്കും എന്നുള്ള വിവരമാണ് ലഭ്യമായിട്ടുള്ളത്. ഒപ്പം തന്നെ സർവകലാശാലകൾ MG, കേരള, കണ്ണൂർ സർവകലാശാലയിൽ നാളെ നടത്താറുന്ന പ്രധാനപ്പെട്ട പരീക്ഷകളൊക്കെ തന്നെ മാറ്റിവെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ഡേസനോൾ പ്രഖ്യാപിച്ചിട്ടുള്ള സർക്കാർ സ്ഥാപനങ്ങളിലൂടെ സെക്രട്ടേറിയറ്റ് അടക്കമുള്ള തലസ്ഥാനത്തെ ഭരണസിരാ കേന്ദ്രത്തിലടക്കം നാളെ ആളുകൾ എത്തുകയില്ല. അതുകൊണ്ട് തന്നെ പൂർണ്ണമായ പണിമുടക്കിലേക്ക് സംസ്ഥാനം എത്തും. രാജ്യതലത്തിലെ ഒരു വലിയ പണിമുടക്കാണെങ്കിൽ ഇത് കേരളത്തിൽ വലിയ രീതിയിൽ അലയലി ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് ഒരു ഹർത്താലിന് പൂർണ്ണമായ ഗതിയായിരിക്കും. ഒപ്പം തന്നെ കടകമ്പോളങ്ങളെല്ലാം പൂർണ്ണമായും അടഞ്ഞു കിടക്കുമെന്നാണ് നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഈ രീതിയിൽ, അതായത് പ്രധാനമായും ഈ പാൽ, പത്രം, ആശുപത്രി തുടങ്ങിയുള്ള പ്രവർത്തനങ്ങളെ തടയുകയില്ല. പക്ഷേ സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലിറക്കരുത്, അത് സഹകരിക്കണമെന്നുള്ള ആവശ്യം CAT മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ INTUC അത്യാവശ്യ കാര്യങ്ങൾക്ക് പോകുന്ന സ്വകാര്യ വാഹനങ്ങളെ തടയില്ല എന്ന നിലപാടിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ കൂടി BMS അടക്കമുള്ള സംഘടനകൾ ഇതിനെ വിമർശിക്കുന്നുണ്ട്. കേരളത്തിൽ വലിയ വികസനം വരുന്ന ഒരു സാഹചര്യത്തിൽ ഇത്ര പ്രാകൃതമായ ഒരു പണിമുടക്കിലേക്ക് പോകരുത്, അത് വലിയ രീതിയിൽ വിലക്കയറ്റവും ഒപ്പം തന്നെ തൊഴിൽ ഇല്ലായ്മയൊക്കെ തന്നെ അലട്ടുന്ന കേരളത്തെ വലിയ രീതിയിൽ ബാധിക്കുന്ന വിമർശനം BJPയും ഒപ്പം തന്നെ BMSഉം ഉയർത്തുന്നുണ്ട്. പക്ഷേ BMS ഇതര 10 ട്രേഡ് യൂണിയൻ, ഒപ്പം തന്നെ ഫെഡറേഷനുകൾ, ഒപ്പം തന്നെ സർവീസ് സംഘടനകളൊക്കെ തന്നെ ഇന്ന് പണിമുടക്കിൽ പങ്കെടുക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് മാസങ്ങൾക്ക് ശേഷമാണ് കേരളത്തിൽ ഈ രീതിയിലൊരു പണിമുടക്ക് ഉണ്ടാകുന്നത്. അങ്ങനെ ജനജീവിതം ആകെ സ്തംഭിക്കുകയും പൊതു ഗതാഗതത്തെയും ബാധിക്കുന്ന തരത്തിലേക്കുള്ള ഒരു പണിമുടക്കായിരിക്കും 24 മണിക്കൂർ ഉണ്ടാകുക. ഒപ്പം തന്നെ ഇന്നലത്തെ ദിവസം സ്വകാര്യ ബസ്സുകൾ പണിമുടക്കിയത് ജനജീവിതത്തെ വലിയ രീതിയിൽ ബാധിച്ചിരുന്നു. അതുകൊണ്ട് ഏറ്റവും പ്രധാനമായും കടകമ്പോളങ്ങൾ അടഞ്ഞു കിടക്കുന്ന അവശ്യ സാധനങ്ങൾക്ക് ആളുകൾക്ക് സമീപിക്കാൻ പറ്റുന്നതിനെ, ഒപ്പം തന്നെ ഈ ട്രാൻസ്പോർട്ടേഷനെ ബാധിക്കുന്നതും, ഒപ്പം തന്നെ ഈ സർക്കാർ സർവീസുകളൊക്കെ തന്നെ ബാധിക്കുന്നത് പൊതുജനങ്ങളെ ബാധിക്കും. എന്താണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് പൂർണ്ണ രീതിയിലുള്ള സമര പരിപാടികൾ രാവിലെ തൊട്ടുണ്ടാകും. ഇടതുപക്ഷം, അതായത് CATUവിൻ്റെയും INTUCയുടെയും പരിപാടികളൊക്കെ തന്നെ 2 രീതിയിൽ പ്രതിഷേധ പരിപാടികൾ രണ്ടായിട്ടായിരിക്കും നടത്തുക. പക്ഷേ ATUCയും CAT ഒരുമിച്ചും ഒപ്പം തന്നെ INTUC വേറെയുമായിട്ടായിരിക്കും പരിപാടികൾ സംഘടിപ്പിക്കുക. ആ രീതിയിൽ സംസ്ഥാനത്ത് 24 മണിക്കൂർ പണിമുടക്ക് പൂർണ്ണമായിരിക്കും. ഇതാ പണിമുടക്ക് തുടങ്ങിയിട്ടുണ്ട്. ആ രീതിയിൽ എല്ലാ മേഖലയിലും, സമസ്ത മേഖലയിലും ഈ പണിമുടക്ക് ബാധിക്കും. ഉന്മേഷ്. ശരി, മനീഷ് മഹിബാൽ വിവരങ്ങൾ നൽകുകയായിരുന്നു. ഇപ്പോൾ സംയുക്ത ട്രേഡ് യൂണിയൻ 24 മണിക്കൂർ ദേശീയ പണിമുടക്ക് ആരംഭിച്ചിരിക്കുകയാണ്. കേരളത്തിലത് ഹർത്താലിന്റെ പ്രതീതിയായിരിക്കും സൃഷ്ടിക്കുക. യമനിൽ തടവിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ ഈ മാസം 16 നടപ്പാക്കുമെന്ന് റിപ്പോർട്ട്. ജയിൽ അധികൃതർക്ക് ഇത് സംബന്ധിച്ച് നിർദ്ദേശം ലഭിച്ചതായി യമനിലെ ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കുന്ന സാമുവൽ ജെറോം ദയാധനം നൽകി വധശിക്ഷ ഒഴിവാക്കാനുള്ള ശ്രമം തുടരുകയാണെന്ന് സാമുവൽ ജെറോം 24നോട് വ്യക്തമാക്കി. യമൻ പൗരൻ തലാൽ അബു മഹദി കൊല്ലപ്പെട്ട കേസിൽ സനായിൽ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ ജൂലൈ 16 നടപ്പാക്കാൻ തീരുമാനിച്ചതായാണ് റിപ്പോർട്ട്. പബ്ലിക് പ്രോസിക്യൂട്ടർ ഓഫീസിൽ നിന്നും നിർദ്ദേശം ലഭിച്ചതായി ജയിൽ അധികൃതർ സ്ഥിരീകരിച്ചെന്ന് യമനിലെ മനുഷ്യാവകാശ പ്രവർത്തകൻ സാമുവൽ ജെറോം. The public prosecutor office has issued a letter to the jail authorities to carry out the execution on 16th July. സനായിലുള്ള തലാലിന്റെ കുടുംബം മാപ്പ് നൽകുക മാത്രമാണ്
നിമിഷപ്രിയയെ രക്ഷിക്കാനുള്ള ഏകമാർഗമെന്നും സാമുവൽ ജെറോം. തലാലിന്റെ കുടുംബത്തിന് ദയാധനം വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുവരെ മറുപടി ലഭിച്ചിട്ടില്ല. യമനിലെത്തി തുടർ ചർച്ചകൾ നടത്തുമെന്നും സാമുവൽ ജെറോം പറഞ്ഞു. സംഭവം ഏറെ ദുഃഖകരവും ദൗർഭാഗ്യകരവുമെന്നും വിഷയത്തിൽ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ നല്ല രീതിയിൽ ഇടപെട്ടിരുന്നുവെന്നും സേവ് നിമിഷപ്രിയ ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ നെന്മാറ MLA കെ ബാബു. സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ന നിലയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ്, മുൻ മുഖ്യമന്ത്രി, കേരളത്തിൽ നിന്നുള്ള മന്ത്രി ശ്രീ മുരളീധരൻ ഉൾപ്പെടെ അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ കുടുംബാംഗങ്ങളുമായി നേരിട്ട് അവരെ കാണുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്തതിൻ്റെ ഭാഗമായി തന്നെ ഇതിൽ ഇടപെടുന്ന കാര്യത്തിൽ ഒരു വീഴ്ച ഉണ്ടായിട്ടില്ല. തലാലിനെ വധിച്ചെന്ന കേസിൽ 2017 ജൂലൈയിലായിരുന്നു നിമിഷപ്രിയ അറസ്റ്റിലായത്. 2020 വിചാരണ കോടതി വധശിക്ഷ വിധിച്ചു. വിധിക്കെതിരായ അപ്പീലുകൾ വിവിധ കോടതികൾ തള്ളിയിരുന്നു. 24 ഡൽഹി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ബ്രസീലിന്റെ പരമോന്നത സിവിലിയൻ പുരസ്കാരം. പ്രസിഡന്റ് ലുല ഗ്രാൻഡ് കോളർ ഓഫ് ദ നാഷണൽ ഓർഡർ ഓഫ് ദ സദേൺ ക്രോസ് സമ്മാനിച്ചു. പുരസ്കാരം ഇന്ത്യൻ ജനതയ്ക്ക് സമർപ്പിക്കുന്നുവെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. ബ്രസീലുമായുള്ള വ്യാപാരം വർദ്ധിപ്പിക്കാൻ കൂടിക്കാഴ്ചയിൽ ധാരണയായി. സന്ദർശനം പൂർത്തിയാക്കി മോദി നാളെ ഇന്ത്യയിൽ തിരിച്ചെത്തും. ലോകത്തിലെ ഏറ്റവും സുരക്ഷിത രാജ്യങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ച ഒമാൻ. സുരക്ഷിത നഗരങ്ങളുടെ പട്ടികയിൽ മസ്കറ്റും മികച്ച നേട്ടം കൈവരിച്ചു. നമ്പിയോ തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് ഒമാൻ തിളക്കമാർന്ന നേട്ടം കൈവരിച്ചത്. കുറ്റകൃത്യങ്ങളുടെ തോത്, മോഷണ ശ്രമങ്ങൾ, ആക്രമിക്കപ്പെടൽ, ലിംഗഭേദം അല്ലെങ്കിൽ മതം എന്നിവ കാരണം ശാരീരിക ആക്രമണത്തിന് വിധേയരാകുന്നവർ, സായുധ കവർച്ച തുടങ്ങിയ അക്രമകൃത്യങ്ങൾ കണക്കിലെടുത്താണ് നമ്പിയോ പട്ടിക തയ്യാറാക്കുന്നത്. ഒമാനിൽ ഇത്തരം പ്രശ്നങ്ങൾ തീരെ കുറവാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. പകലും രാത്രിയിലും സുരക്ഷിതമായി ഒറ്റയ്ക്ക് നടക്കാനാവുന്നതിന്റെ കാര്യത്തിലും മസ്കറ്റിന് ഉയർന്ന സ്കോറാണ് ലഭിച്ചിട്ടുള്ളത്. കുറഞ്ഞ കുറ്റകൃത്യ സൂചികയുള്ള രാജ്യങ്ങളാണ് നമ്പിയോ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ ഇടം പിടിച്ചിരിക്കുന്നത്. ഒരു നിശ്ചിത നഗരത്തിലോ രാജ്യത്തിലോ ഉള്ള കുറ്റകൃത്യങ്ങളുടെ മൊത്തത്തിലുള്ള നിലവാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ക്രൈം സൂചിക കണക്കാക്കുന്നത്. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ രാജ്യങ്ങളിൽ ഒന്നാണ് ഒമാനെന്ന് ട്രാവൽ മേഖലയിലുള്ളവരും വ്യക്തമാക്കുന്നു. 24 ഒമാൻ. GCC രാജ്യങ്ങളിൽ ഏറ്റവും കുറവ് ജീവിത ചെലവുള്ള രണ്ടാമത്തെ രാജ്യമായി ബഹ്റൈൻ തിരഞ്ഞെടുക്കപ്പെട്ടു. ഡേറ്റാ പ്ലാറ്റ്ഫോമായ നമ്പിയോയുടെ 2025 ജീവിത ചെലവ് സൂചികയിലാണ് ഇക്കാര്യമുള്ളത്. ദുബൈയുമായി താരതമ്യം ചെയ്യുമ്പോൾ ബഹ്റൈനിൽ ജീവിത ചെലവ് 25.3% കുറവും വാടക 65% കുറവുമാണ് എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. പട്ടികയിൽ ഒന്നാം സ്ഥാനം ഒമാനാണ്. ഏറ്റവും കുറഞ്ഞ ജീവിത ചെലവും വാടകയുമാണ് പട്ടികയിൽ ഒമാനെ ഒന്നാം സ്ഥാനത്തെത്തിച്ചത്. GCC രാജ്യങ്ങളിൽ ഏറ്റവും ജീവിത ചെലവേറിയത് UAE-യിലാണ്. ഗരീബ് സഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കിയതായി റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. സന്ദർശകരുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനും പോലീസ് വിഭാഗത്തിന്റെ സാന്നിധ്യം മുഴുവൻ സമയവും ഉണ്ടാകുമെന്ന് അധികൃതർ അറിയിച്ചു. ദോഫാർ ഗവർണറേറ്റിലേക്ക് എത്തിച്ചേരുന്ന വഴികളിൽ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തിയായതായാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിച്ച് സുരക്ഷാ മുൻകരുതലുകൾ ഇതിനോടകം സ്വീകരിച്ചിട്ടുണ്ട്. ദോഫാർ ഗവർണറേറ്റിലുള്ള വഴിയിൽ സെക്യൂരിറ്റി പോയിന്റുകളും സ്ഥാപിച്ചിട്ടുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. ദോഫാർ ഗവർണറേറ്റിലെ മുഴുവൻ ഇടങ്ങളിലും സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് പൊതുവിഭാഗത്തിന്റെ സേവനവും ലഭ്യമാക്കിയിട്ടുണ്ട്. ഏത് അടിയന്തര ഘട്ടങ്ങളിലും സഹായങ്ങൾക്കായി 9999 എന്ന ടോൾ ഫ്രീ നമ്പറിലും 24 മണിക്കൂറും പോലീസുമായി ബന്ധപ്പെടാനാകും. ദോഫാറിലേക്കുള്ള യാത്രയിലും ഗവർണറേറ്റിനകത്തും വാഹനമോടിക്കുന്നവർ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഖരീഫ് സഞ്ചാരികളിൽ അധികം ആളുകളും ദോഫാറിലേക്ക് റോഡ് മാർഗം യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നതെന്ന് ദേശീയ സ്ഥിതിവിവര കേന്ദ്രത്തിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. 24 ഒമാൻ. സ്പെയിൻ ഗ്രാൻഡ് പ്രിക്സ് ഗുസ്തി മത്സരത്തിൽ 4 സ്വർണം ഉൾപ്പെടെ 5 മെഡലുകൾ സ്വന്തമാക്കി ബഹ്റൈൻ. ലോക ഒളിമ്പിക് ചാമ്പ്യനായ അഹമ്മദ് തനുസ്ദോവ് ഉൾപ്പെടെയുള്ള രാജ്യത്തെ സീനിയർ പുരുഷ ഗുസ്തി താരങ്ങളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. തസൂനിനോവ് 97 കിലോഗ്രാം വിഭാഗത്തിൽ മത്സരിച്ചാണ് വീണ്ടും സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയത്. പരിക്കിനെ തുടർന്ന് 1 വർഷക്കാലമായി ചികിത്സയിലായിരുന്ന തസൂനിനോവിന്റെ ശക്തമായ തിരിച്ചുവരവായിരുന്നു ഈ ഗുസ്തി മത്സരം. സ്പേസ് എക്സ് വികസിപ്പിച്ചെടുത്ത സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സേവനമായ സ്റ്റാർലിങ്ക് ഇപ്പോൾ ഖത്തറിൽ ഉടനീളം പ്രവർത്തനക്ഷമമാണെന്നും മേഖലയിലെ ഇന്റർനെറ്റ് കണക്ടിവിറ്റിയിൽ സുപ്രധാന നാഴികക്കല്ലാണ് ഇതെന്നും ഇലോൺ മസ്ക് അറിയിച്ചു. സ്റ്റാർലിങ്കിന്റെ വരവ് ഉപഭോക്താക്കൾക്കും ബിസിനസ്സുകൾക്കും ഒരുപോലെ ഗുണം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഇലോൺ മസ്ക് എക്സിൽ കുറിച്ചു. വിമാനയാത്രയിൽ ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കുന്ന ഇൻ ഫ്ലൈറ്റ് വൈഫൈ കണക്ടിവിറ്റി ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ഖത്തർ എയർവേസ് ആരംഭിച്ചത്. ഫ്ലോറിഡയിൽ ബിരിയാണി മേളയും ഫാം ഫെസ്റ്റും സംഘടിപ്പിച്ച് വോൾ മാത്യൂസ് കിച്ചൺ. നവകേരള മലയാളി അസോസിയേഷനുമായി ചേർന്ന് നടത്തിയ പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു.
കേരളത്തിലെ പ്രമുഖ മലയാളി സംഘടനയായ നവകേരള മലയാളി അസോസിയേഷനും മോൾ മാത്യു കിച്ചൺ, മസാലസ് ഫുഡ് ക്യാറ്റേഴ്സും സംയുക്തമായി സംഘടിപ്പിച്ച ബിരിയാണി മേളയും ഫാം ഫെസ്റ്റും ശ്രദ്ധേയമായി. വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള 200-ലധികം ആളുകളാണ് മേളയിൽ പങ്കെടുത്തത്. നെയ്മീൻ ബിരിയാണി, കാട ബിരിയാണി, താറാവ് ബിരിയാണി, ചിക്കൻ ബിരിയാണി, ചെമ്മീൻ ബിരിയാണി, കൂന്തൽ ബിരിയാണി, ബീഫ് ബിരിയാണി, ചക്ക ബിരിയാണി, കപ്പ ബിരിയാണി. ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ മേളയുടെ ഉദ്ഘാടനം സൈമൺ പാറത്താഴം നിർവഹിച്ചു. നവകേരള അഡ്വൈസറി ബോർഡിനെ പ്രതിനിധീകരിച്ച് മാത്യു വർഗീസ്, സെക്രട്ടറി ലജോ പണിക്കർ, മോൾ മാത്യു, സന്ദിച്ചൻ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. കോവിഡായുടെ പല ഭാഗത്തു നിന്ന് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവർക്കും വ്യക്തിപരമായ പേരിലും നവകേരളയുടെ പേരിലും പ്രസിഡന്റുമാരുടെ പേരിലുമുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. ഞങ്ങൾ കുറെ ദിവസങ്ങളായിട്ട് ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടതാണ്. പക്ഷെ എന്റെ സന്തോഷം നിങ്ങൾ എല്ലാവരും ഇവിടെ വരുന്നത് ഒരു ഫെസ്റ്റിവൽ ആയിട്ട് ഒരു ഉത്സവം പോലെ ഇത് ആഘോഷിക്കുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എല്ലാവരും ഫാമിലി ആയിട്ട് വന്ന് പലതിലും സഹകരിച്ചു എല്ലാവരും ഫുഡൊക്കെ വിശ്വസിക്കുന്നു. നാടൻ ചായക്കടകളിൽ ലഭിക്കുന്ന എല്ലാത്തരം പലഹാരങ്ങളും, പലതരം ബിരിയാണികളും, പൊറോട്ട, ബീഫ്, ചിക്കൻ, മട്ടൻ എന്നു തുടങ്ങി നാടൻ കള്ളവര നീണ്ട വിഭവങ്ങൾ ആസ്വദിച്ച് വയറും മനസ്സും നിറഞ്ഞാണ് എല്ലാവരും മേളയിൽ നിന്ന് മടങ്ങിയത്. ദിസ് ഇസ് മിതു മാമച്ചൻ സൈനിങ് ഓഫ് ഫ്രം ഗുവാദലഹാര, മെക്സിക്കോ. 24 USA. ഖത്തറിലുണ്ടായ വാഹനാപകടത്തിൽ തൃശൂർ സ്വദേശി മരിച്ചു. തൃശൂർ ചേർപ്പ് സ്വദേശിയും ബംഗളൂരുവിൽ സ്ഥിരതാമസക്കാരനുമായ വെള്ളന്നൂർ സന്തോഷ് കുമാറാണ് മരിച്ചത്. 52 വയസ്സായിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് അൽഖോറിൽ വെച്ചാണ് അപകടമുണ്ടായത്. ഭാര്യയും 2 പെൺമക്കളുമുണ്ട്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് KMCC ഖത്തർ അൽ ഇഹ്സാൻ മൈത് പരിപാലന കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. കുവൈറ്റിൽ മലയാളി യുവാവ് ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു. മലപ്പുറം വാണിയമ്പലം സ്വദേശി മഠത്തിൽ റിഷാദാണ് മരിച്ചത്. 29 വയസ്സായിരുന്നു. 2 വർഷം മുൻപാണ് കുവൈറ്റിലെത്തിയത്. അടുത്തയാഴ്ച അവധിക്കായി നാട്ടിലേക്ക് തിരിക്കാനിരിക്കെയായിരുന്നു മരണം. കോന്നി പയ്യനാമണ്ണിലെ പാറമടയിൽ ഹിറ്റാച്ചിക്ക് മൂടിലേക്ക് പാറിടിഞ്ഞ് വീണുണ്ടായ അപകടത്തിൽ കുടുങ്ങിയ ഹിറ്റാച്ചി ഓപ്പറേറ്റർ അജയ് റായുടെ മൃതദേഹം പുറത്തെടുത്തു. പാറകൾക്കടിയിൽ ഹിറ്റാച്ചിയുടെ ക്യാബിനുള്ളിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ലോങ് ബൂം എക്സ്കവേറ്റർ ഉൾപ്പെടെ കൊണ്ടുവന്ന് 3 മണിക്കൂറിൽ അധികം നീണ്ട തിരച്ചിലിനൊടുവിലാണ് മൃതദേഹം കണ്ടെത്തിയത്. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടുനൽകും. കോന്നി പയ്യനാമണ്ണിൽ അപകടമുണ്ടായ ക്വാറിക്ക് പാരിസ്ഥിതിക അനുമതി ഇല്ലെന്ന് നാട്ടുകാർ. തീയതി തിരുത്തി വ്യാജരേഖയുണ്ടാക്കിയാണ് ക്വാറി പ്രവർത്തിച്ചതെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം. ക്വാറി അടച്ചുപൂട്ടും വരെ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്ന് നാട്ടുകാർ അറിയിച്ചു. കോന്നി പഞ്ചായത്തിൽ ക്വാറി ദുരന്തം ഇതാദ്യമല്ല. 2005 ഈ സമീപ മേഖലയുള്ള ഒരു പാറമടയിൽ എൻ്റെ അനിയൻ്റെ 2 അനിയന്മാരാണ്. അതിൽ എൻ്റെ നേരെ ഇളയ അനിയനെ ഒരു അപകടമുണ്ടായി. ആ സ്പോട്ടിൽ മരിച്ചുപോയാണ്. അത് ഇവർ ലോറിയിലോട്ട് കല്ല് കയറ്റിയിട്ട സമയത്ത് പാറമടയുടെ മണ്ടയിൽ നിന്ന് അറയിടിഞ്ഞ് വീഴുമെന്ന് പറയും. മണ്ടയ്ക്കൊന്ന് കല്ല് വന്ന് വീണ് തെറിച്ച് ഇവരുടെ ദേഹത്ത് വീണ് തൽക്ഷണം മരിക്കുകയായിരുന്നു എൻ്റെ സഹോദരൻ. ദുരന്തമുണ്ടായ പയ്യനാമണ്ണിലെ ചെങ്കളത്ത് ക്വാറി നിയമവിരുദ്ധമായാണ് പ്രവർത്തിച്ചിരുന്നതെന്ന് നാട്ടുകാർ. ദുരന്തത്തിന്റെ ഉത്തരവാദി ജിയോളജിസ്റ്റും പഞ്ചായത്ത് സെക്രട്ടറിയുമെന്നും ആരോപണം. അനുമതി കൂടുതൽ അനധികൃത ഖനനം നടത്തിയിട്ടുണ്ടെന്ന് ജിയോളജി വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിന്റെ റിപ്പോർട്ട് നിങ്ങൾക്ക് തരാം. നിങ്ങൾ ആ റിപ്പോർട്ട് നോക്കിയിട്ട് നിങ്ങൾ അത് പറ, മനസ്സിലാക്കുക. അപകടമുണ്ടായ ക്വാറിക്ക് സമീപത്തെ കാർമല ചേരിക്കൽ ഭാഗത്ത് 50ഓളം കുടുംബങ്ങൾ ഭീതിയുടെ നിഴലിലാണ്. വീടും വസ്തുവും വരെ ഉപേക്ഷിച്ച് പോകേണ്ട സ്ഥിതി. ഇത് ഇവിടെ ഉരുൾപൊട്ടൽ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നുള്ള സർക്കാരിന്റെ പഠന റിപ്പോർട്ടായത്. ഇപ്പൊ നിങ്ങൾ വന്ന ഈ റൂട്ട് വഴിയാണ് എല്ലാ ഉദ്യോഗസ്ഥരും കയറി വരുന്നത്. ഇവിടെ വരും, നാരങ്ങ വെള്ളം കുടിക്കുക, അവർ തിരിച്ചു പോകും. ഇതിന്റെ ദുരിതം അനുഭവിക്കുന്ന നേരെ ഒരു തോടുണ്ട്. ആ തോടിന്റെ അടിവശത്ത് താമസിക്കുന്നവരാണ് ഇതിന്റെ ദുരിതം അനുഭവിക്കുന്നത്. എന്നാൽ പാറമട പ്രവർത്തിച്ചത് ജിയോളജി വകുപ്പിന്റെ അനുമതിയോടെ എന്നാണ് ജില്ലാ കളക്ടറുടെ വിശദീകരണം. ക്രഷർ യൂണിറ്റിന് അനുമതിയുണ്ടോ എന്ന കാര്യം പരിശോധിക്കുമെന്നും ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണ IAS പറഞ്ഞു. നിലവിൽ നമ്മൾ ജിയോളജിസ്റ്റിനോട് അന്വേഷിച്ചു. അപ്പം ഡീറ്റെയിൽ ആയിട്ട് റിപ്പോർട്ട് തരാൻ പറഞ്ഞിട്ടുണ്ട്. പ്രിലിമിനറി റിപ്പോർട്ട് പ്രകാരം ജിയോളജിസ്റ്റ് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് 2026 ഫെബ്രുവരി മാസം വരെ കോറിക്ക് പെർമിറ്റ് ഉണ്ട് എന്നുള്ളതാണ് പ്രിലിമിനറി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ശക്തമായ പ്രതിഷേധവുമായി ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ നാട്ടുകാരും രംഗത്ത് വന്നിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചെങ്കളത്ത് ക്വാറി ഇൻഡസ്ട്രീസിന് മുന്നിൽ നിന്നും ക്യാമറമാൻ രാജ്കിരണിനൊപ്പം സുജിത് സുരേന്ദ്രൻ, 24. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത് 24 മണിക്കൂർ അഖിലേന്ത്യാ പണിമുടക്ക് ആരംഭിച്ചു. തിരുവനന്തപുരം തമ്പാനൂരിൽ പണിമുടക്ക് അനുകൂലികൾ കടകൾ അടപ്പിക്കുന്നുണ്ട്. മനീഷ് മഹിബാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് മനീഷ്, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ, നിലവിൽ തലസ്ഥാനത്ത് തമ്പാനൂരിൽ നിലവിൽ കടകമ്പോളങ്ങളൊക്കെ തന്നെ അടയ്ക്കുകയാണ്. വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളും പ്രവർത്തകരും എത്തിയാണ്.
തമ്പാനൂരിൽ വിവിധ സ്ഥാപനങ്ങൾ അടയ്ക്കുന്നത്, ഒപ്പം തന്നെ KSRTC തമ്പാനൂർ KSRTCയിലെ സർവീസുകളൊക്കെ തന്നെ നിർത്തിവെച്ചുകൊണ്ട് KSRTCയിലെ ജീവനക്കാരും ഈ പണിമുടക്കിൻ്റെ ഭാഗമാകുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ രീതിയിൽ ശക്തമായ ഒരു പണിമുടക്കിന് ആഹ്വാനം ചെയ്യുന്നു. രാത്രി 12 മണിക്ക് തന്നെ അതിന് നേതൃത്വം നൽകി തന്നെ കടകമ്പോളങ്ങൾ, ഒപ്പം തന്നെ അത്തരത്തിലുള്ള പണിമുടക്കിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ആരംഭിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ സാധാരണ ജനജീവിതത്തെ ബാധിക്കുന്ന തരത്തിലായിരിക്കുമോ പണിമുടക്ക്? അല്ല, സാധാരണ ജനങ്ങളെ ബാധിക്കേണ്ട പ്രശ്നമില്ലല്ലോ. മാർച്ച് മാസം 18 ദില്ലിയിലെ കൊൽക്കത്ത സ്റ്റേഡിയത്തിൽ രാജ്യത്തെ ദേശീയ ട്രേഡ് യൂണിയനുകൾ ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് ഇത്തരമൊരു പണിമുടക്ക് പ്രഖ്യാപിച്ചത്. മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ 9 വളരെ നേരത്തെ ചുമരെടുത്തും വ്യാപകമായ പ്രചരണവും നടത്തി ഈ നാട്ടിലെ ബഹുജനങ്ങൾക്കും തൊഴിലാളികൾക്കും വേണ്ടിയിട്ടാണ് ഈ സമരം. ഇന്ത്യയിലെ തൊഴിലാളികൾ പൊരുതി നേടിയ തൊഴിലവകാശ സമസ്ത മേഖലയും ബാധിക്കുമോ? രാജ്യത്തെ എല്ലാ മേഖലയും ബാധിക്കും. പക്ഷേ ജനങ്ങളുടെ ജീവിതത്തിൽ ആരോഗ്യം, പാല്, കുടിവെള്ളം, പത്രം, ആശുപത്രി, അത്യാവശ്യ സർവീസുകൾ ഇവയൊക്കെ ഒഴിവാക്കി തന്നെയാണ് വളരെ ജനാധിപത്യപരമായി ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമരമാണ് എന്ന് പറഞ്ഞ് പൊതുമേഖലയിൽ ഇപ്പോൾ ഡേസനോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. KSRTC അടക്കമുള്ള സെക്രട്ടേറിയറ്റ് ജീവനക്കാർ. അപ്പോൾ അങ്ങനെയുള്ള ജീവനക്കാരൊക്കെ പങ്കെടുക്കുമോ? ഇത് സർക്കാർ സ്പോൺസേഡ് സമരമല്ല. തൊഴിലെടുക്കുന്ന തൊഴിലാളികൾ അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള സമരമാണ് ഈ പണിമുടക്ക് സമരം. ആരുടെയെങ്കിലും ഒരു ഡൈസ്നോണോ അതിൻ്റെ മറപിടിച്ചുള്ള ഉമ്മാക്കിയുടെ മുന്നിലൊന്നും മുട്ടുമുടക്കുന്നതല്ല ഇന്ത്യയിലെയും കേരളത്തിലെയും തൊഴിലാളി വർഗ പ്രസ്ഥാനം. ഇതിനേക്കാൾ കരുത്തന്മാരും ഇതിനേക്കാൾ ധീരന്മാരെന്ന് അഭിനയിച്ച ഭീരുക്കളെയുമെല്ലാം മുട്ടുമടക്കിച്ച ഉജ്ജ്വലമായ തൊഴിലാളി സമരത്തിൻ്റെ പാരമ്പര്യവും ചരിത്രവും ഉള്ളതാണ് കേരളത്തിലെ തൊഴിലാളി സമരം. അത് പുന്നപ്ര വയലാർ മുതൽ ഇങ്ങോട്ട് ഈ തിരുവിതാംകൂറിലെ തിരുവനന്തപുരത്തുനിന്ന് CPA ഓടിച്ച സമരം വരെയുള്ള ഉജ്ജ്വലമായ പ്രക്ഷോഭം തിരുവിതാംകൂറിലെയും തിരുവനന്തപുരത്തെയും കേരളത്തിലെയും തൊഴിലാളികളുടെ സമരത്തിൻ്റെ കരുത്താണ്. ആ കരുത്തുള്ള പ്രസ്ഥാനം തന്നെയാണ് ഈ സമരം നടത്തിയത്. ഇത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭമാണ്, ജനങ്ങൾക്കെതിരായിട്ടല്ല. പക്ഷേ ഏതെങ്കിലും മൂരാച്ചികളായ ഭരണാധികാരികളുടെ തിട്ടൂരത്തിന് മുന്നിൽ ഈ സമരം മുട്ടുമടക്കി പോകുന്ന പ്രശ്നമേ ഇല്ല. ഉന്മേഷ്, ആ രീതിയിൽ തന്നെ ശക്തമായ പണിമുടക്ക് നടപടികൾ, അല്ലെങ്കിൽ ആ രീതിയിലുള്ള പണിമുടക്കിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇപ്പോൾ തന്നെ തുടങ്ങിയെന്നാണ് വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കൾ ഇപ്പോൾ അറിയിക്കുന്നത്. അങ്ങനെ ആ രീതിയിൽ തന്നെ ഇപ്പോൾ തന്നെ ഈ 12 മണി കഴിഞ്ഞ സമയത്ത് തന്നെ തലസ്ഥാന നഗരിയിലെ പ്രധാനപ്പെട്ട കടകമ്പോളങ്ങൾ, തുറന്നു പ്രവർത്തിക്കുന്ന കടകമ്പോളങ്ങൾ അടച്ചുകൊണ്ട് തന്നെ പണിമുടക്കിന് നേതൃത്വം നൽകിയിട്ടുണ്ട്. നേരത്തെ ഡേസനോൾ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. ഒപ്പം തന്നെ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ ഇത് സംബന്ധിച്ച് KSRTC ജീവനക്കാർ ഇതിന്റെ ഭാഗമാകില്ല എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ KSRTC ഈ സമരത്തിന്റെ ഭാഗമാകൂ എന്ന് പൊതുജനങ്ങളൊക്കെ തന്നെ നോക്കി കാണുന്ന കാര്യമാണ്. KSRTC സമരത്തിന്റെ ഭാഗമാകില്ല എന്ന തരത്തിൽ ട്രാൻസ്പോർട്ട് മന്ത്രി അടക്കം പ്രതികരണം നടത്തി. KSRTC എങ്ങനെ സമരത്തിന്റെ ഭാഗമാകും? 100% KSRTC തൊഴിലാളികൾ ഈ പണിമുടക്കിന്റെ ഭാഗമായി മാറും. ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി നടത്തിയൊരു പ്രസ്താവന ഒരുപക്ഷെ ഇപ്പോഴത്തെ സാഹചര്യം അറിയാതെ അദ്ദേഹം നടത്തിയതായിരിക്കാം. സാധാരണഗതിയിലുള്ളൊരു പണിമുടക്ക് പൊതു പണിമുടക്കാവുമ്പോഴത്തേക്കും പണിമുടക്ക് ലേബർ കമ്മീഷണർക്കും ബന്ധപ്പെട്ട തൊഴിലുടമയ്ക്കും നൽകുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതിനപ്പുറം ഏതെങ്കിലും ഒരു പ്രത്യേക ഇൻഡസ്ട്രിയിലെ അവിടുത്തെ വിഷയം മാത്രമായി എടുത്തൊരു പണിമുടക്ക് നോട്ടീസിലേക്ക് പോകുമ്പോൾ നമ്മൾ ഗതാഗത മന്ത്രിക്കും ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിക്കും കൂടി നമ്മൾ നോട്ടീസ് കൊടുക്കും. ആ ഒരു ധാരണയിൽ അദ്ദേഹത്തിന് നോട്ടീസ് കിട്ടാത്തതിൻ്റെ പേരിലായിരിക്കാം അങ്ങനെ ഒരു പ്രതികരണം നടത്തിയത്. പക്ഷേ നിയമപ്രകാരം ID ആക്ട് 22 ഉപവകുപ്പ് 1 പ്രകാരം ഡ്യൂ നോട്ടീസ് തൊഴിലുടമ എന്ന നിലയിൽ KSRTCയുടെ മാനേജിംഗ് ഡയറക്ടർ കൊടുത്തു. അതുകൊണ്ട് തൊഴിലാളികളെല്ലാവരും ഈ പണിമുടക്കിൻ്റെ ഭാഗമായി മാറും. എന്നാലും തൊഴിലാളികൾ എല്ലാവരും ഈ പണിമുടക്കിന്റെ ഭാഗമാകുമെന്നാണ് വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കൾ അറിയിക്കുന്നത്. സാങ്കേതികമായ എന്തെങ്കിലും പ്രശ്നമായിരിക്കാം മന്ത്രി ഒരുപക്ഷെ ഈ സംബന്ധിച്ച കത്ത് കൈപ്പറ്റി വിവരം അറിയാതെ പോയത് എന്നടക്കം. എന്നാൽ തലസ്ഥാന നഗരിൽ പണിമുടക്കിന്റെ ഭാഗമായി കടകമ്പോളങ്ങളൊക്കെ തന്നെ അടപ്പിച്ചു തുടങ്ങുകയാണ്. ശരി, ദേശീയ പണിമുടക്ക് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. തമ്പാനൂരിൽ കടകളൊക്കെ അടയ്ക്കുകയാണ്. മനീഷ് മഹിബാൽ വിവരങ്ങൾ നൽകുകയായിരുന്നു. സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുന്നുവെന്നാരോപിച്ച് കേരള സർവകലാശാലയിലേക്ക് SFI നടത്തിയ മാർച്ചിൽ വൻ സംഘർഷം. പോലീസ് വലയവും ബാരിക്കേഡുകളും മറികടന്ന് 100 കണക്കിന് പ്രവർത്തകർ സർവകലാശാലയ്ക്കുള്ളിലേക്ക് ഇരച്ചുകയറി. സംഘർഷത്തിൽ SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവിനെ 1-ാം പ്രതിയാക്കി പോലീസ് കേസെടുത്തു. ഉച്ചയ്ക്ക് 12:30യോടെയാണ് സർവകലാശാല ആസ്ഥാനത്തിന് മുന്നിൽ SFI പ്രവർത്തകർ ചാൻസലർക്കും വൈസ് ചാൻസലർക്കുമെതിരെ മുദ്രാവാക്യങ്ങളുമായി എത്തിയത്. ബാരിക്കേഡുകൾ മറികടക്കാൻ SFI പ്രവർത്തകർ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. എന്നാൽ പോലീസ് വലയം ഭേദിച്ചും മതിലുകൾ ചാടിക്കടന്നും പ്രവർത്തകർ അകത്തേക്ക്. സർവകലാശാലയുടെ പ്രധാന കവാടത്തിന് മുന്നിൽ പ്രവർത്തകരെ പോലീസ് തടയാൻ ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല. സെനറ്റ് ഹാളിന് സമീപത്ത് പ്രവർത്തകർ കൂട്ടം കൂടി.
കെട്ടിടത്തിലെ കിളിവാതിലുകളിലൂടെ ഉൾപ്പെടെ SFI പ്രവർത്തകർ VC-യുടെ ചേംബറിനടുത്തേക്ക്. പോലീസിനെ നോക്കുകുത്തിയാക്കി VC-യുടെ ചേംബറിന്റെ സുരക്ഷയ്ക്കായുള്ള ഇരുമ്പ് ഗേറ്റിന് മുന്നിൽ SFI പ്രവർത്തകർ തമ്പടിച്ചു. ഇതോടെ പോലീസ് ബലം പ്രയോഗിച്ച് പ്രവർത്തകരെ നീക്കം ചെയ്തു. പിന്നീട് റോഡിൽ കുത്തിയിരുന്നും പ്രതിഷേധം. പിന്തുണയുമായി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സമരസ്ഥലത്ത്. ഗവർണറുടെ നടപടിയല്ല ഇത് വൈസ് ചാൻസലറുടെ തെറ്റായ നിലപാടാണ്. കോടതി പോലും ചൂണ്ടിക്കാണിച്ച കാര്യമാണ്. അപ്പോൾ എന്തും ചെയ്യാം എന്ന ഒരവസ്ഥ ഒരു തരത്തിലും അനുവദിക്കുന്നതല്ല. സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും മറ്റന്നാൾ രാജ്ഭവനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുമെന്നും SFI. ഈ നാട്ടിലെ കർഷക തൊഴിലാളിയെ, കയർപ്പിഴി തൊഴിലാളികളുടെയും മത്സ്യത്തൊഴിലാളികളുടെയും സാധാരണക്കാരൻ്റെയും മക്കൾ പഠിക്കുന്ന സർവകലാശാലകളെ തകർക്കാൻ ശ്രമിക്കുന്ന RSSന്റെ ഈ സംഘപരിവാർ അജണ്ടയെ ഒരു കാരണവശാലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. ഇത് കേരളം നടത്തുന്ന സമരമാണ്. ആ സമരത്തിന് മുന്നിൽ SFI നിൽക്കുന്നു എന്നുള്ളത്. പ്രതിഷേധത്തിൽ 8 പോലീസുകാർക്കും 5 SFI പ്രവർത്തകർക്കും പരുക്കേറ്റു. 24 തിരുവനന്തപുരം. സിൻഡിക്കേറ്റ് വൈസ് ചാൻസലർ തർക്കത്തിൽ കേരള സർവകലാശാലയിൽ ഭരണ പ്രതിസന്ധി. ഫയലുകൾ രജിസ്ട്രാർക്ക് അയക്കേണ്ടെന്നാണ് താൽക്കാലിക VC ഡോക്ടർ സിസ തോമസിന്റെ നിർദ്ദേശം. അതേസമയം രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ റദ്ദാക്കിയ സിൻഡിക്കേറ്റ് തീരുമാനം അസാധുവാക്കുന്നത് ഗവർണറുടെ പരിഗണനയിലാണ്. രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാർ ഫയലുകൾ കൈകാര്യം ചെയ്യുന്നതാണ് താൽക്കാലിക VC ഡോക്ടർ സിസ തോമസ് തടഞ്ഞത്. ഡോക്ടർ മിനി കാപ്പൻ രജിസ്ട്രാറുടെ ചുമതല ഏറ്റെടുക്കാത്ത സാഹചര്യത്തിലാണ് നടപടി. VCക്ക് അയക്കേണ്ട ഫയലുകൾ നേരിട്ട് അയക്കാനാണ് ജോയിന്റ് രജിസ്ട്രാർമാർക്ക് നിർദ്ദേശം. അതേസമയം രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ റദ്ദാക്കിയ സിൻഡിക്കേറ്റ് തീരുമാനം അസാധുവാക്കാനാണ് ഗവർണറുടെ നീക്കം. പകരം ചുമതലയുണ്ടായിരുന്ന ജോയിന്റ് രജിസ്ട്രാർ P ഹരികുമാറിനെയും വൈസ് ചാൻസലർ സസ്പെൻഡ് ചെയ്തേക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറിനെതിരെ രൂക്ഷ വിമർശനവുമായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R ബിന്ദു. രാജ്യത്തിന്റെ ദേശീയ പതാകയായിട്ടുള്ള ത്രിവർണ പതാകയ്ക്ക് പകരം കാവി പതാകയെ സംസ്ഥാപനം ചെയ്തെടുക്കാനുള്ള പരിശ്രമമാണ് ഇന്നത്തെ ഈ സംഘർഷങ്ങൾക്കൊക്കെ പ്രത്യേകമായ കാരണമായിട്ട് വന്നു ഭവിച്ചിട്ടുള്ളത്. വ്യക്തിവൈരാഗ്യം തീർക്കാനും രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാനും സർവകലാശാലകളെ വേദിയാക്കരുതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇപ്പോൾ നടക്കുന്ന ഈ വിവാദത്തിന്റെ സംവാദത്തിന്റെ ഇരകളായി മാറുന്നത് വിദ്യാർത്ഥികളാണ്. വ്യക്തിവൈരാഗ്യം തീർക്കാനും രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാനും ഒക്കെ സർവകലാശാലകളെ ദയവ് ചെയ്ത് ഇതാക്കരുത്. താൽക്കാലിക VC നിയമനം നിയമപരമല്ലെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരായ ചാൻസലറുടെ അപ്പീലിൽ ഹൈക്കോടതി തിങ്കളാഴ്ച വിധി പറയും. 24 തിരുവനന്തപുരം. വിദേശ സർവകലാശാലകളിൽ ഉപരിപഠനത്തിന് 2025 സെപ്റ്റംബർ ഇൻടേക്കിനായി കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സന്തോഷ വാർത്ത. 24 സ്റ്റഡി അബ്രോഡ് ലോകത്തെ മികച്ച സർവകലാശാലകളിൽ UG, PG, ഡിപ്ലോമ, മാസ്റ്റർ ഓഫ് റിസർച്ച് പഠനത്തിനായി സെപ്റ്റംബർ ഇൻടേക്കിലേക്ക് തന്നെ പ്രത്യേക അവസരമൊരുക്കുന്നു. ഇനിയും അഡ്മിഷൻ നേടാനാകാത്തവർ 9001 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. www.24studyabroad.com എന്ന വെബ്സൈറ്റിലും വിവരങ്ങൾ ലഭ്യമാണ്. നിർധനരായ ആളുകൾക്ക് ഇഷ്ടദാനമായി നൽകിയ ഭൂമിയിൽ നിന്ന് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ മരം മുറിച്ചു വിറ്റെന്ന് പരാതി. തൃശൂർ വള്ളത്തോൾ നഗർ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെയാണ് ആരോപണം. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡ് പൈങ്കുളം റെയിൽവേ ഗേറ്റിന് സമീപമുള്ള 33 സെന്റ് പുരയിടം ഭൂമിയില്ലാത്തവർക്ക് നൽകുന്നതിനായി സ്രാമ്പിക്കൽ പത്മനാഭൻ നായർ പഞ്ചായത്തിന് കൈമാറിയിരുന്നു. ഈ പറമ്പിലുണ്ടായിരുന്ന 30ഓളം മരങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തിൽ മുറിച്ചുവിറ്റുവെന്നാണ് ഉയരുന്ന പരാതി. പഞ്ചായത്തിന്റെ തീരുമാനപ്രകാരമല്ല മരം മുറിച്ചതെന്ന വിവരാവകാശ രേഖയും പുറത്തു വന്നു. ഒരു 1.5 മാസം മുമ്പ് വരെ വീടും ഈ മരങ്ങളൊക്കെ അതിൽ ഉണ്ടായിരുന്നു. 1.5 മാസത്തിന് ശേഷമാണ് വീട് പൊളിച്ച് നീക്കിയിരിക്കണോ, മരങ്ങളെല്ലാം മുറിച്ചു മാറ്റിയിരിക്കണം. ഞാനൊന്ന് പഞ്ചായത്തിൽ പോയി അന്വേഷിച്ചു. സെക്രട്ടറി വാക്കാൽ പറഞ്ഞു അങ്ങനെ ഉണ്ടായിട്ടില്ല, ലേലത്തിൽ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. ഞാനതിന് വിവരാവകാശം വെച്ച് ചോദിച്ചപ്പോഴും വിവരാവകാശത്തിൽ മറുപടി ലേലത്തിൽ വെച്ചിട്ടില്ല, ഭരണസമിതി തീരുമാനമില്ല, അങ്ങനെ മരങ്ങൾ മുറിക്കാൻ തീരുമാനിച്ചിട്ടില്ല. നിലവിലുയരുന്നത് രാഷ്ട്രീയ ആരോപണം മാത്രമെന്നാണ് പഞ്ചായത്ത് വിശദീകരിക്കുന്നത്. എന്നാൽ പറമ്പിൽ നേരത്തെ ഉണ്ടായിരുന്ന മരങ്ങൾ പഞ്ചായത്തിന്റെ പേരിൽ മുറിച്ചു മാറ്റിയെന്ന് അയൽവാസിയും സാക്ഷ്യപ്പെടുത്തുന്നു. 2-3 മാവുണ്ട്, പിന്നെ പ്ലാവുണ്ട്, പിന്നെ പാഴ്മരങ്ങൾ ഒരു 5-6 ഉണ്ട് വലുത്. പാമ്പങ്കാവിനോട് ചേർന്നിട്ടൊരു വലിയ മരം ഉണ്ടായിരുന്നു, എരിഞ്ഞി ഒക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് പഞ്ചായത്ത് പ്രസിഡന്റും 2 മെമ്പർമാരും ഉണ്ടായിരുന്നു. JCB ഒക്കെ പോയിട്ടാണ് നിരത്തിയതൊക്കെ തോടിയൊക്കെ. അപ്പോൾ നമ്മുടെ നടപടിക്രമമൊക്കെ നടന്നിട്ടുണ്ടെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. സംഭവത്തിൽ LDF ഭരിക്കുന്ന വള്ളത്തോൾ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത്.
24 തൃശൂർ. ഇതോടെ ഗൾഫ് ഫോക്കസ് പൂർത്തിയാവുകയാണ്. ഗുഡ് നൈറ്റ്.